മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ആൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് ഇന്നലെ വിളിച്ചിരുന്നു. യോഗ ദിനത്തിനു മുമ്പ് യോഗയെക്കുറിച്ച് സാറൊന്ന് വിവരിക്കണം. 3, 4, 5 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല, അതൊന്ന് വിവരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അരമിനിറ്റിനകം ഞാൻ വീണ്ടും വിളിച്ച് റെക്കോർഡർ ഓൺ ചെയ്തിട്ട് വിളിക്കാം, മൊബൈലിലൂടെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. 15 സെക്കൻഡിനകം വിളിച്ചു. ഞാൻ ആൾ ഇന്ത്യ റേഡിയോയിൽ പറഞ്ഞതൊന്നിവിടെ ആവർത്തിക്കാം. ഭാരതീയ പൈതൃകം ലോക ജനതയ്ക്ക് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ആധുനികമായ എല്ലാ നന്മകളുമുള്ള ലോകത്തിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ കുറവുകളുണ്ട് എന്നറിയുമ്പോൾ പുരാതനമായ അറിവുകളെ അന്വേഷിച്ചിറങ്ങിയ ലോകത്തിലെ ബുദ്ധിജീവികളും ചിന്തകരും പണ്ഡിതരും അവർക്ക് പഴയ 114 സംസ്കാരങ്ങളിൽ എവിടെയെങ്കിലും നന്മ നിറഞ്ഞ പഴയ അറിവുകളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന വേളയിൽ കണ്ടെത്താൻ സാധിച്ചത് 114 സംസ്കാരങ്ങളിൽ 112 മണ്ണടിഞ്ഞു കഴിഞ്ഞു. ഭാരതീയ സംസ്കാരം പൂർവോജ്വലമായി തന്നെ നിലനിൽക്കുന്നു. ഈ സംസ്കാരത്തിലെ നന്മ നിറഞ്ഞ അറിവുകൾ ആധുനിക ലോകത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന അത്രയും പ്രയോജനപ്പെടുത്തി ആധുനിക ലോകത്തിലെ നന്മകളുടെ കൂട്ടത്തിൽ പുരാതന ഭാരതത്തിലെ നന്മകളും കൂടി ചേർത്താൽ ഇന്ന് ആധുനിക ലോകത്തിൽ കാണുന്ന അനവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്ന ലോകം യോഗ എന്ന ഭാരതീയ ഉജ്ജ്വലമായ സംഭാവനയെ സ്വീകരിക്കുന്നു. യോഗ എന്ന വിഷയം ആരംഭിക്കുന്നത് ഋഗ്വേദത്തിലാണ്. ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ഋഗ്വേദം, അനാദിയായ ഗ്രന്ഥം ഋഗ്വേദം. അതിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും വിവരിക്കുന്ന ഒരു മന്ത്രം പുരുഷസൂക്തം. അതിന്റെ അവസാനത്തിൽ ഒരു വരിയുണ്ട്, ത്രിസപ്തസമിത കൃതാഃ ദേവായ യജ്ഞം ധന്വാനാബദ്ധനൻ പുരുഷം പശും യജ്ഞേന യജ്ഞമയജന്ത ദേവാഃ താനി ധർമാണി പ്രഥമാന്യാസന്ന ധ്യാനാകം മഹീമാനസജന്ത യത്ര പൂർവേ സാധ്യാസന്തി ദേവാഃ. ഈ വരിയാണ് ഈ യോഗയുടെ ഏറ്റവും ഉജ്ജ്വലമായ ആരംഭം കുറിക്കുന്ന വേദസന്ദേശം. ആ വേദസന്ദേശത്തിന്റെ അർത്ഥം സാരവും ഇതാണ്, ത്രിസപ്തസമിതകൃതാഃ. 3 സപ്ത 7, 3 × 7 21. സമിതകൃത ഒരുമിച്ച് ചേർത്ത് ദേവാഹ ദേവന്മാര് യദ് യജ്ഞം ധന്വാന ഏതൊരു യജ്ഞമാണോ ചെയ്തത് അതില് പുരുഷം പശും അഭദ്രൻ യജ്ഞമയജന്ത 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തുവായ മനുഷ്യനിലും ജന്തു സഹജമായ വാസന ഉണ്ടായിരിക്കും. ആ മനുഷ്യനുള്ളിലുള്ള ജന്തു സഹജമായ വാസനയെ പുരുഷം പശും മനുഷ്യനിലുള്ള മൃഗീയ വാസനകളെ അഭദ്രൻ ബന്ധിച്ച് ദേവാഹ യജ്ഞമയജന്ത ദേവന്മാര് യജ്ഞം ചെയ്തു. ആ മനുഷ്യനിലുള്ള മൃഗീയ വാസനകളെ ബന്ധിച്ച് അവര് ഹോമിച്ച് യജ്ഞം ചെയ്തു. താനി ധർമാണി പ്രഥമാന്യാസൻ തേഹനാകം മഹീമാനസജന്ത എത്ര പൂർവേ സാധ്യാസന്തി ദേവ. അനാദികാലം മുമ്പ്, എത്ര പൂർവേ വളരെ 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 മുമ്പാണ് ദേവന്മാര് മനുഷ്യനിലുള്ള മൃഗീയ വാസനകളെ ഹോമിച്ച് ആ സ്ഥാനത്ത് താനി ധർമാണി പ്രഥമാനി ആസന്ന, ആ സ്ഥാനത്ത് ധാർമ്മിക മൂല്യങ്ങളെ ഒന്നാമതായിട്ട് പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഒന്നാമതായിട്ട് പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്ന ആ വരിയില് ത്രിസപ്തസമിതകൃത 3 × 7 21 ഒരുമിച്ച് ചേർത്തു. ഈ 21 ഏതാണ്? പഞ്ചഭൂതം പൃഥിവി അപ്പ തേജ വായു ആകാശം 5, പഞ്ചപ്രാണൻ പ്രാണാപാന വ്യാന ഉദാന സമാനൻ, പഞ്ചകർമ്മേന്ദ്രിയം കയ്യ് കാല് നാക്ക് പ്രൊക്രിയേറ്ററി ഓർഗൻസ് ഡൈജസ്റ്റീവ് ഓർഗൻസ്, അതുപോലെ പഞ്ചജ്ഞാനേന്ദ്രിയം ചെവി കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക്. അപ്പൊ 5 × 4 20 പ്ലസ് മനസ്സ് 21, 3 × 7 21. ഈ 21 ഒരുമിച്ച് ചേർത്തിട്ട് അതിനെയാണ് യോഗ എന്ന് പറയാം. അപ്പൊ യോഗ പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തില് ഈ 21 പാരാമീറ്ററിനെ ഫാക്ടറുകളെ ഒരുമിച്ച് ചേർത്ത് അതിനകത്തുള്ള മൃഗീയ വാസനകളെ ഇല്ലാതെയാക്കാം. മറ്റൊരർത്ഥത്തില് ഈ 21 ഘടകങ്ങളെ അസതോമ അസദ്ഗമയ
തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഇതാണ് യോഗയുടെ ആരംഭ വേദമന്ത്രം. ഈ യോഗ അഷ്ടാംഗ യോഗമാണ്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി. അതില് ഏതിനെയെങ്കിലും കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ധ്യാനിക്കല് മാത്രമല്ല യോഗം. ധീ പ്ലസ് അയനം ധ്യാനം, വിശുദ്ധത്തിലൂടെ മുമ്പോട്ടുള്ള പ്രയാണം, അത് മാത്രമല്ല യോഗം. പക്ഷെ അതും യോഗയാണ്. സമാധി, സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ബുദ്ധി ഉണ്ടാക്കുന്ന അവസ്ഥ, സ്റ്റെബിലൈസ്ഡ്, ദി വിസ്ഡം, ആ സമാധി അവസ്ഥയിലേക്ക് എത്തല് മാത്രമല്ല യോഗ, അതും യോഗയാണ്. കൺട്രോൾഡ് ആയിട്ട് എയർ അകത്തേക്ക് എടുക്കലും കൺട്രോൾഡ് ആയിട്ട് എയർ പുറത്തേക്ക് വിടലും ചെയ്യുന്നതിനെ പ്രാണായാമം എന്ന് പറയുന്നു. അത് മാത്രമല്ല യോഗ, അതും യോഗയാണ്. ഏതിനെ കുറിച്ചാണോ ധ്യാനിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാം. ധാരണ, ധ്യാന, സമാധി, സംയമം. ഇനി ധാരണ ഉണ്ടാക്കൽ മാത്രമല്ല യോഗ, അതും യോഗയാണ്. യഥാർത്ഥത്തിൽ യോഗയിലേക്കുള്ള പ്രയാണത്തില് 10 മിനിറ്റ് പത്മാസനത്തിൽ ഇരുന്ന് പ്രാണായാമം ചെയ്യുമ്പോൾ ഞാൻ യോഗ ചെയ്തു എന്ന് പറയുന്നതല്ല. അത് പ്യുവർലി സൈക്കോളജിക്കൽ, സോഷ്യൽ, സ്പിരിച്വൽ, മെന്റൽ, എക്കണോമിക്കൽ, ആന്ത്രോപോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റില് 10 പോയിന്റുകളിലാണ് ആരംഭം വേണ്ടത്. ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പഠിക്കൽ അല്ല മാത്രമല്ല യോഗ, അതും യോഗ ആണ് തീർച്ചയായിട്ടും. യമ നിയമം, യമം എന്ന് പറയുന്നത് അഹിംസ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊന്നിൽ വേദന ഉണ്ടാക്കാതിരിക്കുക. ബീഫ് പാർട്ടി പോലെയുള്ളവരാണ് പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടത്. അഹിംസ, സത്യം, സത്യം, ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ഈ ലോകത്തിലുള്ള ഏതിനെ കുറിച്ചുള്ള സത്യം എന്താണ്, വസ്തുത എന്താണ്, അതിന്റെ അന്തരാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. അഹിംസ, സത്യം, അസ്തേയം, മറ്റൊരുവനെ ചൂഷണം ചെയ്ത് ജീവിക്കാതിരിക്കുക. ബ്രഹ്മചര്യം, ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ബ്രഹ്മചര്യം. അപരിഗ്രഹം, മറ്റുള്ളവന്റേത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാതിരിക്കുക. അവനിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന പരിപാടി ഒഴിവാക്കുക, അല്ലെങ്കിൽ സ്വയം ജീവിക്കാൻ പഠിക്കുക. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അത് യമങ്ങള്, നിയമങ്ങളുണ്ട്. ശൗചം, ക്ലീൻലിനെസ്, മനസ്സും ശരീരവും കുടുംബവും ക്ലീനാക്കി വയ്ക്കുക. അപ്പോ ശൗചം, സന്തോഷം, ജീവിതത്തിൽ ഓരോ സെക്കൻഡും സന്തോഷത്തോടു കൂടി നിലനിൽക്കാനായിട്ട് ശ്രമിക്കുക. ശൗചം, സന്തോഷം, സ്തപഃ, ഏത് കർമ്മം ഏറ്റെടുത്താലും ഒരു തപശ്ചര്യ പോലെ പ്രവൃത്തി ചെയ്യുക. ശൗചം, സന്തോഷം, സ്തപ, സ്വാധ്യായം, നിരന്തരം സ്വയം പഠിക്കാൻ ശ്രമിക്കുക. ഏതും പഠിക്കാൻ ശ്രമിക്കുക. ഈശ്വര പ്രണിധാനം, നമുക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ടെന്നും നമ്മൾ അതിൻ്റെ ഒരു ഉപകരണം മാത്രമാണെന്നും അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. ഈ 10 എണ്ണം, 5 നിയമം, 5 നിയമം, അതിലൂടെ വേണം യോഗയിലേക്ക് കടന്നു പോകാൻ. ആ യോഗ അങ്ങനെ കടന്നു പോകുമ്പോഴാണ് അതൊരു മെഡിസിൻലെസ് ട്രീറ്റ്മെന്റ് ആവുന്നത്. മെഡിസിൻ ഇല്ലാതെ മനസ്സിനും ശരീരത്തിനും കുടുംബ ബന്ധത്തിനും സമൂഹത്തിനും സംസ്കാരത്തിനും രാഷ്ട്രത്തിനും ധന്യമാവുന്നത് അതാണ്. അങ്ങനെയുള്ള യോഗയാണ് UNOയെ കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിപ്പിച്ചത്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ രാജ്യങ്ങൾ ഉൾപ്പെടെ 200ഓളം രാജ്യങ്ങൾ ഒരു തരത്തിലുള്ള സംശയവും ഉന്നയിക്കാതെ ജൂൺ മാസം 21 എന്ന സൂര്യചലനവുമായി ബന്ധപ്പെട്ട, സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് വരുന്ന ദിവസവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഉത്തരായണത്തിലേക്ക് പോകുന്നതോ ഉത്തരായണത്തിൽ നിലനിൽക്കുന്നതോ അസ്ട്രോണമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിനമാണ്. ആ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്ന ഒരു ദിവസമായ ജൂൺ 21 യോഗ ആയിട്ട്, യോഗ ദിനമായിട്ട്, യോഗ ആചരണത്തിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കുകയും ലോക ജനത അത് ധന്യമായിട്ട് സ്വീകരിക്കുകയും അത് ഭാരതത്തിന്റെ പൈതൃകമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയും എല്ലാം ചെയ്തത് ഒരു വ്യക്തിയുടെ, ഒരു രാഷ്ട്രത്തിന്റെ ചൈതന്യം വിതരണം ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല ഇതെല്ലാം വിട്ടുകളഞ്ഞ ഭാരതീയനാണ് ഇന്ന് 48% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് അനുഭവിക്കുന്നത്. ഇന്ന് കേരളത്തിലെ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് 48%. ലോകത്തിലെ ഹയസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ 62%. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹൈപ്പർ അസിഡിറ്റി, ചെസ്റ്റ് പെയിൻ 89%. 152 സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ലോകത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്തത് കേരളത്തിലും ഭാരതത്തിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തില്.
ഇവിടെ ബി പാർട്ടി നടത്തിയവരും പച്ചയ്ക്ക് 3 ലക്ഷം രൂപ മുടക്കിയിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് റംസാൻ അറക്കാൻ വേണ്ടി ഒരു പോത്തിനെ, 1 ടൺ ഭാരമുള്ള പോത്തിനെ കൊണ്ടുവന്നവരും അതിനെ റോട്ടിൽ പച്ചയ്ക്ക് അറുത്ത് തിന്നുന്നവരും എല്ലാം ആലോചിക്കണം. ഇന്ന് കേരളം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണെന്ന് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെയും റിപ്പോർട്ടിൽ പറയുന്നു എങ്കിൽ ഈ മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന വിഷവും ശരീരത്തിനകത്തെ ഭക്ഷണ രൂപത്തിൽ കയറുന്ന വിഷവുമാണ് ഇതിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞ് യോഗയിലൂടെയുള്ള ഒരു പ്രയാണം സാധിക്കുകയാണെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്കും ക്യാൻസറും സൈക്കോസൊമാറ്റിക് ഡിസീസ്, മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങളും കുറയ്ക്കാൻ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ഈശ്വരവിശ്വാസികൾക്കും സാധിക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കാൻ കേരളീയർക്ക് സാധിച്ചാൽ വെറുതെ ഇരുന്ന് പത്മാസനത്തിലിരുന്ന് ഫോട്ടോ എടുക്കാൻ ഇരുന്ന് കൊടുക്കൽ അല്ല യോഗം, പക്ഷെ അതും യോഗത്തിന്റെ ഭാഗമാണ് എന്നറിഞ്ഞുകൊണ്ട് ഈ യോഗ ദിനത്തിൽ ആൾ ഇന്ത്യ റേഡിയോയിലെ ശ്രോതാക്കള് ഒന്ന് അഗാധ തലത്തിൽ ഭാരതീയ പൈതൃകത്തിന്റെ നന്മകൾ പഠിക്കാനും പ്രചരിപ്പിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രായോഗിക രൂപത്തിൽ നമ്മളിൽ നന്മകളിലേക്ക് പ്രയാണം ചെയ്യാനും സാധിക്കുന്ന ദിവസമായി തീരട്ടെ ജൂൺ 21. അതിനു മുന്നോടിയായിട്ട് യോഗയുടെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആൾ ഇന്ത്യ റേഡിയോയിലെ ധന്യരായിട്ടുള്ള പ്രവർത്തകർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എന്നിൽ നിന്ന് മൊബൈൽ ഫോണിലൂടെ ഇത് റെക്കോർഡ് ചെയ്തത്. അവർക്ക് നന്ദിയുണ്ട്, കേരള ജനതയ്ക്ക് നന്ദിയുണ്ട്. ഈ യോഗ നമ്മുടെ പൈതൃകത്തിലെ എല്ലാ നന്മകളും ഏത് തരത്തിലുള്ള വ്യക്തികളും സ്വീകരിക്കുക. എതിർക്കാനോ പുച്ഛിക്കാനോ അവഹേളിക്കാനോ നിരാകരിക്കാനോ തിരസ്കരിക്കാനോ സ്വീകരിക്കാനോ അഭിനന്ദിക്കാനോ എന്തിനു വേണമെങ്കിലും സ്വീകരിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം അത് ചെയ്യുക. പ്രണാമം, നമസ്കാരം.